ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പോകുന്നു. ഓരോ ഗ്രഹത്തിന്റെയും വലിപ്പം, അവയ്ക്കുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം. ബുധൻ, മെർക്യുറി. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഉപഗ്രഹങ്ങളില്ല. ഉപരിതലം ഗർത്തങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ശുക്രൻ, വീനസ്, ഭൂമിയുടെ സിസ്റ്റർ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. വലിപ്പത്തിലും ഘടനയിലും ഭൂമിയോട് സാമ്യമുണ്ട്. ഉപഗ്രഹങ്ങളില്ല. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമാണ് ഭൂമി, എർത്ത്. ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം. ഒരു ഉപഗ്രഹം ചന്ദ്രൻ. ഭൂമിയുടെ ഏകദേശം 27% ഭാഗം ഭൂഖണ്ഡങ്ങളും 71% ഭാഗം സമുദ്രങ്ങളുമാണ്. ചൊവ്വ, മാസ്, റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. ഉപരിതലം ഇരുമ്പുപൊടിയാൽ നിറഞ്ഞതിനാലാണ് ചുവപ്പ് നിറം. 2 ചെറിയ ഉപഗ്രഹങ്ങൾ, ഫോബോസ്. വ്യാഴം, ജൂപ്പിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. പ്രധാനമായും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങളാൽ നിർമ്മിതം. 79 ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ് ആണ്. ശനി, സാറ്റൻ. വലയങ്ങളാൽ പ്രശസ്തമായ ഗ്രഹം. 82 ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ്. യുറേനസ്. ഭ്രമണാക്ഷം വളരെ ചരിഞ്ഞു നിൽക്കുന്ന ഗ്രഹം. 27 ഉപഗ്രഹങ്ങളുണ്ട്. നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം. 14 ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും വലിയ ഉപഗ്രഹം ട്രൈറ്റൻ ആണ്. ഗ്രഹങ്ങളുടെ വലിപ്പം. ഏറ്റവും വലിയത് വ്യാഴം. ഏറ്റവും ചെറിയത് ബുധൻ. ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴം. ഏറ്റവും കുറവ് ഉപഗ്രഹങ്ങളുള്ളത് ബുധൻ, ശുക്രൻ. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്ന പാതയെ ഭ്രമണപഥം എന്ന് പറയുന്നു. ഭ്രമണപഥങ്ങൾ ഏകദേശം വൃത്താകൃതിയിലാണ്. ഗ്രഹങ്ങളുടെ ഘടന. ഭൂമി പോലുള്ള ഉൾഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ കരരൂപത്തിലുള്ള ഭാഗങ്ങളാൽ നിർമ്മിതം. വാതക ഭീമന്മാർ വ്യാഴം, ശനി പ്രധാനമായും വാതകങ്ങളാൽ നിർമ്മിതം. ഐസ് ഭീമന്മാർ യുറാനസ്, നെപ്റ്റ്യൂൺ, ഐസ്, റോക്ക് എന്നിവയുടെ മിശ്രിതമാണ്. ഗ്രഹങ്ങളുടെ അന്തരീക്ഷം. ഭൂമിക്ക് മാത്രമേ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമുള്ളൂ. മറ്റ് ഗ്രഹങ്ങളുടെ അന്തരീക്ഷം വ്യത്യസ്തമാണ്. ഉദാഹരണം, വ്യാഴത്തിന് ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങളാൽ നിർമ്മിതമായ അന്തരീക്ഷമുണ്ട്. ഗ്രഹങ്ങളുടെ ഉപരിതലം. ഉൾഗ്രഹങ്ങളുടെ ഉപരിതലം വ്യത്യസ്തമാണ്. ബുധൻ ഗർത്തങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ശുക്രൻ മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഭൂമി ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും ഉണ്ട്. ചൊവ്വ ചുവപ്പ് നിറമുള്ള മണൽക്കുന്നുകളുണ്ട്. വാതക ഭീമന്മാർക്ക് കരരൂപത്തിലുള്ള ഉപരിതലമില്ല. ഗ്രഹങ്ങളുടെ ഭ്രമണം. ഗ്രഹങ്ങൾ അവരുടെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. ഭ്രമണകാലം ഗ്രഹത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഗ്രഹങ്ങളുടെ പര്യവേക്ഷണം. മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. മറ്റ് ഗ്രഹങ്ങളിലേക്ക് നിരവധി റോബോട്ടിക് പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. ഭാവിയിൽ മനുഷ്യർ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാനുള്ള പദ്ധതികൾ നടന്നുവരുന്നു. ഗ്രഹങ്ങളുടെ പ്രാധാന്യം. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം സൗരയൂഥത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ സഹായിക്കുന്നു. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഭാവി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ സഹായിക്കുന്നു. ഗ്രഹങ്ങളുടെ സംരക്ഷണം. ഗ്രഹങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മലിനീകരണം, കാലാവസ്ഥാ വർധനവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഗ്രഹങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നതിന് ഊർജ്ജ സംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ. വ്യാഴത്തിന് ഭൂമിയേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരു ചുഴലിക്കാറ്റുണ്ട്. ശനിയുടെ വലയങ്ങൾ ഐസ്, പാറ, പൊടി എന്നിവ കൊണ്ടാണ് നിർമ്മിതമായത്. യുറാനസ് തന്റെ അച്ചുതണ്ടിൽ വളരെ ചെരിഞ്ഞു നിൽക്കുന്നതിനാൽ അത് ഏതാണ്ട് അതിന്റെ വശത്ത് തിരിഞ്ഞ് സൂര്യനെ ചുറ്റുന്നു. നെപ്റ്റ്യൂണിന് ഭൂമിയേക്കാൾ ശക്തമായ കാറ്റുകളുണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്ര ഭൗതികം തുടങ്ങിയ മേഖലകളിൽ വളരെ പ്രധാനമാണ്. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം മനുഷ്യരാശിയുടെ ഭാവിക്ക് വളരെ പ്രധാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. സൂര്യൻ എന്താണ്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഒരു വലിയ ജ്വലിക്കുന്ന ഗോളമാണ് സൂര്യൻ. സൂര്യൻ പ്രധാനമായും ഹൈഡ്രജൻ എന്ന വാതകത്താൽ നിർമ്മിതമാണ്. സൂര്യന്റെ പ്രാധാന്യം. സൂര്യൻ ഭൂമിയിലെ ജീവന്റെ ഉറവിടമാണ്. സൂര്യപ്രകാശം ഭൂമിയെ ചൂടാക്കുന്നു. സൂര്യപ്രകാശം വഴി സസ്യങ്ങൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫോട്ടോസിന്തസിസ്. സൂര്യൻ ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. സൂര്യന്റെ ഘടന. കാമ്പ്, സൂര്യന്റെ ഏറ്റവും ഉള്ളിലെ ഭാഗമാണ് കാമ്പ്. അവിടെ അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നു. ഹൈഡ്രജൻ അണുക്കൾ ചേർന്ന് ഹീലിയം അണുക്കളായി മാറുന്ന പ്രക്രിയയാണ് അണുസംയോജനം. ഈ പ്രക്രിയയിൽ വളരെയധികം ഊർജ്ജം പുറത്തുവിടുന്നു. റേഡിയേഷൻ മേഖല. റേഡിയേഷൻ സോൺ. കാമ്പിന് പുറത്തുള്ള ഭാഗമാണ് റേഡിയേഷൻ മേഖല. ഈ മേഖലയിലൂടെ ഊർജ്ജം വികിരണ രൂപത്തിൽ കടന്നുപോകുന്നു. കൺവെക്ഷൻ മേഖല. കൺവെക്ഷൻ സോൺ. റേഡിയേഷൻ മേഖലയ്ക്ക് പുറത്തുള്ള ഭാഗമാണ് കൺവെക്ഷൻ മേഖല. ഈ മേഖലയിൽ ചൂടായ വാതകം ഉയരുകയും തണുത്ത വാതകം താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നു. ഫോട്ടോസ്ഫിയർ. സൂര്യന്റെ ദൃശ്യമായ ഉപരിതലമാണ് ഫോട്ടോസ്ഫിയർ.
ക്രോമോസ്ഫിയർ ഫോട്ടോസ്ഫിയറിന് പുറത്തുള്ള പാളിയാണ് ക്രോമോസ്ഫിയർ. കൊറോണ സൂര്യന്റെ ഏറ്റവും പുറത്തുള്ള പാളിയാണ് കൊറോണ. സൂര്യൻ ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു? സൗരവാതം സോളർ വിൻഡ്. സൂര്യനിൽ നിന്ന് അതിവേഗത്തിൽ പുറത്തുവരുന്ന ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കാണ് സൗരവാതം. സൗരവാതം ഭൂമിയുടെ കാന്തികക്ഷേത്രത്തെ ബാധിക്കുകയും ഭൂമിയിൽ ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യും. സൗരകൊടുങ്കാറ്റ് സോളർ ഫ്ലെയർസ്. സൂര്യന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന വലിയ പൊട്ടത്തലകളാണ് സൗരകൊടുങ്കാറ്റ്. സൗരകൊടുങ്കാറ്റ് ഭൂമിയിലെ റേഡിയോ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയും വൈദ്യുതി ഗ്രിഡുകളെ ബാധിക്കുകയും ചെയ്യും. സൂര്യനെക്കുറിച്ചുള്ള പഠനം. ശാസ്ത്രജ്ഞർ സൂര്യനെ നിരീക്ഷിക്കുന്നതിന് ടെലിസ്കോപ്പുകൾ യൂസ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.